നമ്മുടെ പോളോ, പഴയ മോഡൽ പോളോ, പിന്നെ നമുക്ക് പുതിയ മോഡൽ GT-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കിറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടേജ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാർ ഗാരേജ്. കാർ ഗാരേജ് ഇന്ന് വന്നിരിക്കുന്നത് ഗാരേജ് വിശേഷങ്ങളായിട്ടാണ്. ഗാരേജിലപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബോഡി ഷോപ്പ് വർക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ നമ്മുടെ ഗാരേജിലേക്ക് വന്നാണ് ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. കർണാടകയിൽ നിന്ന് നമ്മുടെ ഗാരേജിലേക്ക് ഫുള്ളായിട്ട് റീസ്റ്റോറേഷൻ എന്നുള്ള രീതിയിൽ വന്നാണ് ഒരു വണ്ടിയാണ് മാരുതി 800. മാരുതി 800 നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ എടുക്കും, ചില സമയങ്ങളിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ചില വാഹനങ്ങൾക്ക് മേജറായിട്ടുള്ള പാച്ച് വർക്കും കാര്യങ്ങളുണ്ടാവും. ഇത് നമ്മൾ എൻജിൻ ഫുള്ളായിട്ട് അയച്ചെടുത്തിട്ട് ഇന്നർ വശങ്ങൾ പെയിൻറ്റ് ചെയ്ത് കയറ്റിയതിന് ശേഷം ഇപ്പോൾ ബോഡി ഫുള്ളായിട്ട് തന്നെ സ്ട്രിപ്പ് ചെയ്തിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ടൈപ്പ് കാറ്റഗറി വണ്ടി നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഗാരേജിൽ ഒരുപാട് വാഹനങ്ങൾ നമ്മളിപ്പോൾ ടൈപ്പ് 4 ഇന്നോവ കൺവേർഷനും അതേപോലെ തന്നെ പെയിൻറ്റിങ്ങൊക്കെ ആയിട്ടുള്ള വാഹനങ്ങൾ ഒരുപാട് നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് ഡിലേ നമ്മൾ വരുത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വാഹനങ്ങൾ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരുപാട് സമയം ഈ ഒരു വണ്ടിയുമേ പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വണ്ടികൾ ചില സമയങ്ങളിൽ നമ്മൾ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു 800 വയനാട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ വർക്ക് ലോഡ് കൂടുതലുണ്ടെങ്കിൽ നമ്മളത് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ ഫുൾ പെയിൻറ്റിങ് ഉള്ള രീതിയിൽ വന്നതാണ്. ഫുള്ള് റീസ്റ്റോറേഷൻ, കസ്റ്റമർക്ക് പഴയ വണ്ടി പുതിയത് വാങ്ങിയപ്പോൾ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് ആ രീതിയിലൊരു ഫാമിലി സെൻറ്റിമെൻറ്റ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഗാരേജിക്ക് ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് വന്നാണ് ഒരു വണ്ടിയാണ് കേട്ടോ. ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇൻറ്റീരിയർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ട് ഓരോ സെലക്ഷനുള്ള ഒരു കസ്റ്റമറാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സീറ്റ് വർക്കും അതേപോലെ തന്നെ റൂഫ് ബ്ലാക്ക്, പിന്നെ ഡാഷ്ബോർഡിൻ്റെ ടോപ്പ് സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ അതേപോലെ പൊട്ടിച്ചിട്ടൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫില്ലറുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലോത്തൊക്കെ ഒട്ടിക്കേണ്ട, അതായത് ഈ ഒരു കളർ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നതാണ്. ഇപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിലായിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് നിൽക്കുന്നത് ഇൻറ്റീരിയർ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ഉണ്ട്. ഇതൊക്കെ ഇവിടെ അഴിച്ച് ഇട്ട ഒരു കോലത്തിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പണിയുടെ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇനി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. സെപ്പറേറ്റ് വീഡിയോ എന്തായാലും വരുന്നതാണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ. ടൈപ്പ് 1 മോഡൽ 2ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗാരേജിലേക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയാണിത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പുട്ടി വർക്കും കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ കഴിഞ്ഞു. അതിനുശേഷം 2K പ്രൈമർ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ പുട്ടി വർക്ക് കൂടുതലായിട്ട് ചെയ്ത ഭാഗങ്ങളിൽ ഒരു കോട്ട് ഫുള്ളായിട്ട് തന്നെ അടിച്ചിടും. അതിനുശേഷം ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് രണ്ടാമത്തെ കോട്ട് അടിക്കും. അതിനുശേഷം മൂന്നാമത്തെയും ഒരു കോട്ട് ആപ്ലിക്കേഷനും 2K പ്രൈമർ നടത്തും കേട്ടോ. അത് കാപ്സിയുടെ ബ്രാൻഡാണ് നമ്മൾ ഇതിൽ പ്രൈമർ ആപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഏരിയ ഫുള്ളായിട്ട് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്തതാണ് കേട്ടോ. ഈ ഒരു ബോണറ്റ് അതേപോലെ തന്നെ ഫെൻഡർ കാര്യങ്ങളെല്ലാം ഫുള്ളായിട്ട് തന്നെ പുതിയ പാർട്സുകൾ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്സിൽ നമ്മൾ ചെറിയ രീതിയിൽ പുട്ടി വർക്ക് ഉണ്ടായിരുന്നു. ആ ഭാഗം മാത്രം 2K പ്രൈമർ അടിക്കും. പിന്നെ ബാക്കി നോർമൽ സർഫേസർ അടിക്കുന്നത്. ഇപ്പോൾ പുട്ടി വർക്ക് ഉണ്ടായിരുന്ന ഭാഗങ്ങളിൽ ഫസ്റ്റ് കോട്ട് 2K പ്രൈമർ ആപ്ലിക്കേഷൻ നടത്തും. അതിനുശേഷം ഫുള്ളായിട്ട് തന്നെ 2K പ്രൈമർ അടിക്കും കേട്ടോ. അപ്പോൾ ടൈപ്പ് 1 മോഡലായിരുന്നു, പഴയ മോഡൽ ഫോർച്യൂണറായിരുന്നു. അതിനിപ്പോൾ ടൈപ്പ് 2ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈമർ അടിക്കുന്ന കാരണം അതിൻ്റെ കുത്തൽ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫോർച്യൂണറിനെ ഏറ്റവും പഴയ മോഡലിന് ടൈപ്പ് 2ലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താല്പര്യമായിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് വരുന്ന റേറ്റ് 77,900 രൂപയാണ്. 77,900 ആണ് റേറ്റ് വരുന്നത്. ഫ്രണ്ടേജ് ബോണറ്റ് 2 സൈഡ് ഫെൻഡർ, ആർച്ച്, ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ്, ബമ്പർ, ഗ്രില്ല്, ബാക്കിൽ ഡിക്കിയുടെ പാനൽ, ബാക്ക് LED ടൈലൈറ്റ്, അങ്ങനെ വേണ്ടുന്ന എല്ലാ ഐറ്റംസും നമ്മുടെ ബോണറ്റിൻ്റെ സ്കൂപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമ്മൾ ഇതിലുണ്ടാവും. 77,900 രൂപയാണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ.
എംസിയിൽ ഇവിടെ ഉണ്ടായതാ? ആ ആ സൂപ്പർ ടെക് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവിടെ ഇന്നർ കട്ട് ചെയ്തു, ഇന്നർ കട്ട് ചെയ്തിട്ട് ഉള്ളിൽ കംപ്ലീറ്റ് നിറച്ച് വെച്ചു. നമ്മൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേജർ പാച്ച് വർക്ക്, അതായത് ഒരു പാച്ച് വർക്ക് കൂടിയൊരു വണ്ടിയാണ്. അപ്പോൾ പാച്ച് വർക്ക് കൂടിയ വാഹനം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ച് സമയം കാര്യങ്ങൾ എടുക്കാറുണ്ട്. അത് പ്ലാറ്റ്ഫോം പാച്ച് വർക്ക് ഉണ്ടായിരുന്നു, സൈഡിൽ ഈ 2 ഡോറുകൾ പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് റിമൂവ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ ഉള്ള പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട് ഗ്ലാസ് റിമൂവ് ചെയ്യണമെന്ന് വെച്ചാൽ സൈഡ് വശങ്ങളുടെ റസ്റ്റിൻ്റെ ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഇതേപോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് ലീക്കേജ് വരുന്ന സമയത്ത് ചില കസ്റ്റമേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, സൂപ്പർ ടാക്ക് വെച്ചിട്ട് ആ ലീക്കേജ് അങ്ങോട്ട് ഒഴിവാക്കാൻ നോക്കും. സൂപ്പർ ടാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ എംസിയിൽ, സൂപ്പർ ടാക്ക് അല്ലെങ്കിൽ എംസിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ അടച്ചടച്ച് ഒഴിവാക്കാൻ നോക്കും. കുറച്ച് കാലത്തേക്ക് ലീക്കേജും കാര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ വന്ന് വീഴുന്ന വെള്ളം മൊത്തം ഈ ഒരു ഏരിയയിൽ കെട്ടി നിന്നിട്ടും പിന്നെ ആ വെള്ളം വേറെ പോകാനും, അതായത് ഇന്നറിലേക്ക് ഈ വെള്ളം കെട്ടിക്കും. ഈ സൂപ്പർ ടാക്കാണ് ഈ സംഭവം ഇട്ടണതാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഈർപ്പം ഈ ഒരു സൂപ്പർ ടാക്കിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പിടിച്ചിരിക്കണോണ്ട് തന്നെ ഈ ഏരിയ ഫുള്ളായിട്ട് തന്നെ റസ്റ്റ് വന്ന് പോയി, മൊത്തത്തിൽ തന്നെ പാച്ചായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗം ഇപ്പോൾ ഫുള്ളായിട്ട് തന്നെ റിമൂവ് ചെയ്ത് ആ പീസ് കട്ട് ചെയ്തെടുത്ത് വേറെ പീസ് കട്ട് ചെയ്ത് വെൽഡ് ചെയ്ത് കാറ്റ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താൽക്കാലികമായിട്ടാണ് നമ്മൾ ഈ സൂപ്പർ ടാക്ക് എംസിയിലൊക്കെ വെച്ചിട്ടുള്ള ലീക്കേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാവുള്ളൂ. അതിന് പെർമനൻറ്റ് സൊല്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസ് റിമൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഗ്ലാസ് ഡാമേജ് ആവുകയും ചെയ്തു. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇതേപോലുള്ള എംസിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ ഈ ബീഡിങ് കാര്യങ്ങളെല്ലാം റിമൂവ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സുമേക്ക് ചെറിയ രീതിയിലുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളെല്ലാം സംഭവിക്കും. അതുവഴി ഗ്ലാസ് ഡാമേജ് ആവാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ ഇന്നർ വശങ്ങളും ഇത് ഫുള്ളായിട്ട് തന്നെ നമ്മൾ വേണ്ട വേറെ പീസ് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്ത് കയറ്റിയിട്ടോ ഔട്ടർ വശം ഇതേപോലെ. അപ്പോൾ പ്രകാശേട്ടൻ അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, നമ്മൾ അഴിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന വീഡിയോ. അതെ അല്ല, ഇതിൽ കണ്ണ് കാണിക്കാം. വേണ്ട ഈ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ, കാണണമെന്ന് വിചാരിക്കുന്നു. സൂപ്പർ ടാക്ക് തട്ടി കളയണം അവിടെ. ഇത്രത്തോളം സൂപ്പർ ടാക്ക് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഗ്ലാസ്. കണ്ട ഇപ്പം സൂപ്പർ ടാക്ക് ഇട്ടിട്ടാണ് ഈ ഒരു വണ്ടിയുടെ ഗ്ലാസും ഡാമേജ് ആയത്. അതേപോലെ തന്നെ മേജറായിട്ടുള്ള പാച്ച് വർക്കും വന്നത് കേട്ടോ. നമ്മൾ 2 സൈഡ് റണ്ണിങ് ബോർഡൊക്കെ ചേഞ്ച് ചെയ്ത ഒരു വണ്ടിയാണ് കേട്ടോ ഇത്. നമ്മൾ പെയിൻറ്റിങ് ചെയ്തിരിക്കുന്നത് നമ്മളെ പ്രാഡയ്ക്കൊക്കെ വരുന്ന ചെറിയൊരു ഓഫ് വൈറ്റ് മാരുള്ളൊരു കളറാണ്. പ്യൂർ വൈറ്റ് അല്ല, ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൂടി നിൽക്കുന്ന ഒരു കളറാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ കട്ടിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ബഫിങ് ചെയ്യാനായിട്ട് റബ്ബിങ് ചെയ്യാനായിട്ട് ഈ ഒരു ഏരിയ ആണ് ഇപ്പോൾ കട്ട് ചെയ്യാണ്ടിരിക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള പെയിൻറ്റിങ്ങാണ് നടത്തിയിരിക്കുന്നത്. പാച്ച് വർക്ക് ഒരുപാട് ആയതുകൊണ്ട് തന്നെ ഇന്നർ വശം ഇപ്പോൾ എപ്പോക്സി അടിക്കാൻ വേണ്ടിയിട്ട് ഒരക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് ഫ്ലോർ എപ്പോക്സി അടിക്കുന്നുണ്ട്, അതുപോലെ സൈഡ് വശങ്ങളൊക്കെ എപ്പോക്സി അടിക്കുന്നുണ്ട്. പാച്ച് വർക്ക് എങ്ങനെ വന്നാലും ഒരു 10-28 രൂപ 30 രൂപയുടെ അടുത്ത് പാച്ച് വർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു വണ്ടിയായിരുന്നു. 2 സൈഡ് റണ്ണിങ് ബോർഡ് ചേഞ്ച് ചെയ്തു, ഫ്രണ്ടിലെ പില്ലേഴ്സ് കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു, അത് ചേഞ്ച് ചെയ്തു. പ്ലാറ്റ്ഫോം പാച്ച് ഉണ്ടായിരുന്നു, ബാക്ക് വശം പാച്ച് ഉണ്ടായിരുന്നു, ക്വാർട്ടർ പാച്ച് ഉണ്ടായിരുന്നു, ഡോറിൻ്റെ അടിവശങ്ങൾ പാച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു പാച്ച് വർക്ക് ഉണ്ടായിരുന്ന വണ്ടി നമ്മളിപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞ ശേഷം ഇന്നർ വശങ്ങൾ നമ്മളിപ്പോൾ എപ്പോക്സി അടിക്കാൻ വേണ്ടിയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ സീറ്റ് വർക്കും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പഴയ സാധനങ്ങളിലാണ് റീസെറ്റിങ് ചെയ്യുന്നത്. പിന്നെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ കൺവേർഷൻ ചെയ്യണത് നോർമൽ ടൈപ്പ് ഫോർ കൺവേർഷനാണ്. ഫ്രണ്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട ഈ ഒരു രീതിയിൽ നമ്മൾ നോർമൽ ടൈപ്പ് ഫോർ കൺവേർഷനാണ് ചെയ്തെങ്കിൽ നോർമൽ ഹെഡ്ലൈറ്റ് വ്യൂ മാർക്ക് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഹെഡ്ലൈറ്റ് ആക്യുറേറ്റിൻ്റെ ബമ്പർ കാര്യങ്ങളെല്ലാം പെയിൻറ്റ് ചെയ്ത് ഇവിടെ അപ്പുറത്ത് ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനി സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ഓൾറെഡി ഒരു വൈറ്റ് കളർ തന്നെയായിരുന്നു, അതിനെ കസ്റ്റമർ ഒന്ന് ഓഫാക്കി ഒന്ന് ചെറിയൊരു ഈ ഒരു രീതിയിൽ പേൾ വൈറ്റ് ആണ് ഇത് പേൾ വൈറ്റ് ആണ്. പ്രാഡക്റ്റൊക്കെ വരുന്ന പഴയ പ്രാഡക്റ്റൊക്കെ വരുന്ന ഒരു കളറാണ്, പഴയ പ്രാഡക്റ്റ് വരുന്ന ഒരു കളറായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുമ്പോൾ ഇതിൻ്റെ പോളിഷിങ് കാര്യങ്ങളുണ്ട്, അതേപോലെ പോസി കോട്ടിങ് കാര്യങ്ങളുണ്ട്. പിന്നെ ഈ സീറ്റിങ് കാര്യങ്ങളെല്ലാം ഇത്ര നാൾ ഏകദേശം 3 മാസത്തോളം പണി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സീറ്റിങ് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു മാരുതി സ്വിഫ്റ്റ് നമുക്ക് അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. വണ്ടി വന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുട്ടി വർക്ക് ആപ്ലിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബോഡി ഫില്ലർ നമ്മൾ യൂസ് ചെയ്യുന്ന
വർക്കായി എന്ന് പറഞ്ഞ കമ്പനിയുടെ ബോഡി ഫ്ലെയർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ സൈഡും ഈ സൈഡൊക്കെ ആയിട്ടുള്ള ഷേപ്പിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പോളോ, പഴയ മോഡൽ പോളോ, പിന്നെ നമുക്ക് പുതിയ മോഡൽ GT-യിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ടുള്ള കിറ്റ് നിങ്ങൾക്ക് ഫ്രണ്ടേജ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഫുള്ള് ഇപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുന്ന മാതിരിയിട്ടുള്ള ഫുള്ളായിട്ട് ഫ്രണ്ട് ബമ്പർ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഗ്രില്ല്, ഫ്രണ്ടിലെ ബ്രാക്കറ്റുകൾ, അതേപോലെ തന്നെ ഫ്രണ്ടിലെ അണ്ടർ സ്കർട്ട് ചെറിയൊരു സ്കർട്ട് രണ്ട് എൻ്റെയിലും വരും. അതുപോലെ ഫോഗ് ലാമ്പിൻ്റെ കവറ്, ഫോഗ് ലാമ്പ് തുടങ്ങിയ ഫുള്ളായിട്ടുള്ള GT-യിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫുള്ളായിട്ടുള്ള ഫ്രണ്ടിലെ കിറ്റ് ഹെഡ്ലൈറ്റ് ഒഴിച്ചിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ 16,500 ടോട്ടൽ എമൗണ്ട് വരുന്നത്. 16,500 രൂപ. അതിൽ നിങ്ങൾക്ക് ഹെഡ്ലൈറ്റും കൂടി വേണം. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതായിട്ടുള്ള ഹെഡ്ലൈറ്റും കൂടി വേണമെന്നായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹെഡ്ലൈറ്റിന് 4,500 റേറ്റ് വരും. അങ്ങനെ 2 ഹെഡ്ലൈറ്റിന് 9 രൂപയും കൂടി ഇതിൽ കൂടെ ആഡ് ആവണമെന്ന് കേട്ടോ. പാർട്സ് ആർക്കെങ്കിലും താല്പര്യമായിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം. നിങ്ങൾ എവിടെ നിന്ന് വെച്ചാൽ അവിടെ ഞങ്ങൾ കൊറിയർ ചെയ്ത് തരുന്നതാണ് കേട്ടോ. നമ്മുടെ ഗാരേജിൽ ഓരോ വണ്ടികൾക്കും എത്ര എമൗണ്ട്, ഇപ്പോൾ സ്വിഫ്റ്റ്, അതേപോലെ ഡിസയർ, അതേപോലെ ഓൾട്ടീസ്, എൻഡവർ, വാഗണർ അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ ഗാരേജിലേക്ക് വരുമ്പോൾ പെയിൻറ്റിങ്ങിന് എത്രയാണെന്നൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ നമ്മൾ 2-3 വാഹനങ്ങൾ പറയാം. ഇപ്പോൾ സ്വിഫ്റ്റാണ് പെയിൻറ്റിങ് എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റിന് ഫുൾ പെയിൻറ്റിങ്ങിന് 30,000 രൂപ വരാം. പ്ലസ് അതിൻ്റെ കൂടെ തന്നെ 8,000 രൂപ സിറ്റിംഗ് ചാർജ് സെപ്പറേറ്റ് ആഡ് ആവുന്നതാണ്. ഇന്നോവയാണ് നമ്മൾ ഫുൾ പെയിൻറ്റിങ്ങിന് കൊണ്ടുവരികയാണെങ്കിൽ 55,000 രൂപ, 55,000 ഫുൾ പെയിൻറ്റിങ് വന്നത്. ഇതിൻ്റെ കൂടെ 8,000 രൂപ സിറ്റിംഗ് ചാർജ് അഡീഷണൽ വരുന്നതാണ്. എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ സൈഡ് ഗ്ലാസുകൾ, ബീഡിങ്ങുകൾ, സാധനങ്ങളെല്ലാം നമുക്ക് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ റീഫിറ്റിങ്ങും സെറ്റിങ്ങും കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഡോറുകൾ ഷെയ്ക്കിങ് ഉണ്ടാവും, ഡോറുകൾ വൈബ്രേഷൻ ഉണ്ടാവും, ഡോറിൻ്റെ ലോക്കുകൾ കറക്റ്റായിട്ടായിരിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള പണികൾക്ക് സെപ്പറേറ്റ് എമൗണ്ട് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോസ്. ഇന്നത്തെ നമ്മൾ ഗാരേജിലെ കാർജജ് V1 എന്ന് പറഞ്ഞിട്ടുള്ള കരുപ്പടനയിലുള്ള ഗാരേജിലെ ജസ്റ്റ് വർക്ക് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇനി നമ്മൾ ഓരോ വണ്ടികൾ ഫൈനലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഫൈനലായിട്ടുള്ള വീഡിയോസ് വരുന്നതാണ്. അതേപോലെ തന്നെ കാർജജ് ഓട്ടോമോട്ടീവ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതിൽ മിക്കവാറും ഡെയിലി നമ്മൾ ചെറിയ ഷോർട്ടുകളൊക്കെ ആയിട്ടുള്ള അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ തൊട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.